ഹലോ, വെൽക്കം. മൈസെൽഫ് വൃന്ദാവണി. നമ്മൾ ഇത്രയും ദിവസവും ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അധികം സമയമില്ല, കാരണം എന്താ, നമുക്ക് എക്സാംസ് പെട്ടെന്ന് തന്നെ ആവാറേ. അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താ, ഇനി നമുക്ക് 2 ചാപ്റ്റേഴ്സും കൂടെ തീർക്കാനുണ്ട്. അതായത് 3rd ചാപ്റ്ററും 5th ചാപ്റ്ററും കൂടെ നമുക്ക് തീർക്കാനുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിസ് എന്ത് ചെയ്തു, മിസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് മാത്രം നമുക്ക് പഠിച്ചുകൊണ്ടതിന് എന്ത് പറ്റും, നമുക്ക് എക്സാംസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് 3rd ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം നമുക്കറിയാം 3rd ചാപ്റ്റർ എന്താണ്, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ബിസിനസ് പ്ലാൻ ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. അപ്പം ബിസിനസ് പ്ലാൻ ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ സ്ഥിരം ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 2 മാർക്സിൻ്റെ ഡിസ്കസ് ചെയ്യും, 5 മാർക്സിൻ്റെ ഡിസ്കസ് ചെയ്യും, 15 മാർക്സിൻ്റെ ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം ഇന്ന് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ഡൗട്ടും വരാത്ത പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺഫ്യൂഷൻസ് എല്ലാം മാറ്റി നല്ല ഭംഗിക്ക് ഇന്ന് പഠിച്ചിട്ട് പോകും. ഓക്കെ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഡു മീൻ ബൈ എ പ്രോജക്റ്റ്? എന്താണ് ഒരു പ്രോജക്റ്റ്? ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 3 തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞാണ്, പ്രോജക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടാണ്. സോ പ്രോജക്റ്റ് എന്താണെന്ന് മിസ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഉണ്ടോ? എ പ്രോജക്റ്റ് ഇസ് എ പ്ലാൻഡ് ടാസ്ക് ഓർ ആക്ടിവിറ്റി വിത്ത് എ സ്പെസിഫിക് ഗോൾ, ടൈം ലൈൻ ആൻഡ് റിസോഴ്സസ് എയിംഡ് അറ്റ് അച്ചീവിങ് എ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്. അല്ലേ മക്കളെ, പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്. അതായത് പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ടാസ്ക്, ഒരു പ്ലാൻഡ് ടാസ്കോ ആക്ടിവിറ്റിയാണ്. പ്ലാൻഡ് ടാസ്ക് ആണ് അതായത് പ്രോജക്റ്റ്. അതായത് മിസ് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കണ്ടുപിടിക്കുന്നത്, എന്ത് പ്രോജക്റ്റാണ് മിസ് കണ്ടുപിടിക്കാൻ പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഡാം പ്രപ്പോസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ വെള്ളത്തിന് വളരെയധികം സ്കേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ, ഒരു ഡാം പ്രപ്പോസ് ചെയ്യുക, അതൊരു പ്രോജക്റ്റാണ്. അത് നടക്കുമോ, അത് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ സ്റ്റഡിയിൽ കൂടുതലും പഠിക്കുന്നത്, എംഫസിസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലാൻഡ് ആക്ടിവിറ്റിയിലെ ടാസ്ക് ആണ്. അത് സ്പെസിഫിക് ഗോൾ ഉണ്ട്. എന്താണ് അവരുടെ ഗോൾ എന്ന് പറയുന്നത്? അവർക്ക് അവരുടെ ഡാം കൺസ്ട്രക്ട് ചെയ്യണം, അതാണ് അവരുടെ ഗോൾ എന്ന് പറയുന്നത്. അതിനൊരു ടൈം ലൈൻ കാണും, ഇത്ര നാൾക്കാവാം. ഇനി ഒരു പ്രോജക്റ്റ് അറിയാം, റോഡ് കൺസ്ട്രക്ഷൻ, അതൊക്കെ ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് ഇത്ര നാൾക്കകം എന്ത് ചെയ്യണം, നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എല്ലായിടും എഴുതി വെച്ചിട്ടുള്ള കണ്ടിട്ടില്ലേ? ഇന്ന എന്താണ് കോൺട്രാക്ടറാണ് ഇത് ചെയ്യുന്നത്, ഇത്ര മാസത്തിനകം നമ്മളിത് വർക്ക് പൂർത്തീകരിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള കണ്ടിട്ടില്ലേ? അതുപോലെ ആൻഡ് റിസോഴ്സസ് എയിംഡ് അറ്റ് അച്ചീവിങ് എ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവാണ് ഇതിനുള്ളത്, മനസ്സിലായി? അതുപോലെ തന്നെ ഇതിന് വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാൻ പറ്റും. എന്താണ്, ഇതൊരു പ്രോഗ്രാമാണെന്ന് പറയാൻ പറ്റും. ഇതൊരു പ്രോഗ്രാം എന്ന് വെച്ചാൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്കീമാണ്, ഒരു പ്രോഗ്രാമാണ്, ഇല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലാണ്. എന്താ, അതിലെന്തൊക്കെയുണ്ട്? ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ പ്രോജക്ട്സ് മുന്നോട്ട് പോകത്തുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ റിസോഴ്സസ് വിച്ച് ആർ നോൺ റുട്ടീൻ ആൻഡ് നോൺ റെക്കറിങ് നേച്ചർ. നമ്മളിപ്പോൾ ഒരേപോലത്തെ പ്രോജക്റ്റ് ആയിരിക്കത്തില്ല എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരേ നേച്ചറിലുള്ള. അതായത് മിസ് ഇപ്പം ഇവിടെ റോഡ് വെച്ചു എന്ന് പറഞ്ഞാൽ മിസ് എല്ലാ പ്രോജക്റ്റും എടുത്ത് റോഡ് വെക്കാനോ അല്ല പോകുന്നത്, മനസ്സിലായി? പ്രോജക്ട്സ് എപ്പോഴും ഡിഫറെൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, അത് നോൺ റുട്ടീനും നോൺ റെക്കറിങ് നേച്ചറാണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതാണ് എന്ത്, പ്രോജക്റ്റ്. ഓക്കെ, ഡിഫൈൻ എ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം പ്രോജക്റ്റ് എന്താണെന്ന് മീനിങ് എഴുതണം. പ്രോജക്റ്റ് ഇങ്ങനെയാണ്, പ്ലാൻഡ് ആക്ടിവിറ്റിയാണ്, ടാസ്ക് ആണെന്ന് എഴുതണം. അത് കഴിഞ്ഞാണ് നമ്മൾ ഡെഫിനേഷനിലേക്ക് വരുന്നത്. ഈ ഡെഫിനേഷൻ പറയുന്നത്, പ്രോജക്റ്റ് ഇസ് എ ടെമ്പററി എഫക്ട് അണ്ടർടേക്കൻ ടു ക്രിയേറ്റ് എ യൂണീക് പ്രോഡക്റ്റ്, സർവീസ് ഓർ റിസൾട്ട് വിത്ത് ഡിഫൈൻഡ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, മേളിൽ ഡിസ്കസ് ചെയ്ത പോലെയാണ്, വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്തത്. പക്ഷേ നമുക്കൊരു ഡെഫിനേഷൻ എന്ന രീതിക്ക് വേറൊരു ഡെഫിനേഷൻ മിസ് പറഞ്ഞു തന്നാലോ? വേറെ ഡെഫിനേഷൻ എന്താണ്? എൻസൈക്ലോപീഡിയ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്ത്, എൻസൈക്ലോപീഡിയ ഓഫ് മാനേജ്മെൻറ്റ് എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പ്രോജക്റ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് യൂണിറ്റ് ഡെഡിക്കേറ്റഡ്. പ്രോജക്റ്റ് എന്താണ്? പ്രോജക്റ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് യൂണിറ്റ് ആണ്. എന്തിന് ഡെഡിക്കേറ്റഡ് to attainment of goal and successful completion of a development project on time, with budget, etc.
ഓക്കെ, നമുക്ക് ഈ ഡെഫിനേഷനാണ് ഭംഗിയായിട്ട് പഠിക്കും. അതായത് എന്താണ് പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസ്ഡ് യൂണിറ്റ് ആണ്. എന്തിന് ഓർഗനൈസ്ഡ് യൂണിറ്റ് എന്ന് വെച്ചാൽ അതെന്താ ഒരു പ്ലാൻഡ് ആക്ടിവിറ്റി പോലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെഡിക്കേറ്റഡ് ടു അറ്റൈൻമെന്റ് ഓഫ് ഗോൾ. ഒരു ഗോളിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഇതിന് ഒരു അറ്റൈൻമെന്റ് ഓഫ് ഗോളിന് വേണ്ടിയാണ്. സക്സസ്ഫുൾ കംപ്ലീഷൻ. എന്ത് വേണം? ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയും വേണം. വെറുതെ വെച്ചിട്ട് നമുക്ക് വെറുതെ ഒരു പ്രോജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രോജക്റ്റ് ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്ലാൻഡ് ആക്ടിവിറ്റിയാണ്. ഇത് എന്ത് ചെയ്യണം? ഇത് ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ചെയ്തിരിക്കണം. ഓൺ ടൈം, അതായത് വിത്തിൻ ടൈം, ഓൺ ടൈം, പ്രോജക്റ്റ് ഓൺ ടൈം വിത്ത് ദ ബഡ്ജറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രീ ഡിറ്റർമൈൻഡ് പ്രോഗ്രാംസ്. എന്തൊക്കെ പ്രോഗ്രാംസ് ആണോ നമ്മൾ ഡിറ്റർമൈൻ ഓക്കെ ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, ഇങ്ങനെ പ്രോഗ്രാംസ് നമ്മൾ എന്താ വളരെ വൃത്തിയായിട്ട് പ്രീ ഡിറ്റർമൈൻ ചെയ്യും. ഇതനുസരിച്ച് ഈ ടാസ്ക് നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് എന്ത് പ്രോജക്റ്റിൻ്റെ ഡെഫിനേഷൻ. പ്രോജക്റ്റിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഒരു മീനിങ് എഴുതിയിട്ട് ഡെഫിനേഷൻ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറേഷൻ ഓഫ് ഐഡിയാസ് ആണ്. എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ജനറേഷൻ ഓഫ് ഐഡിയാസ്. ഓക്കെ, എന്താണ് മക്കളെ ജനറേഷൻ ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്? ജനറേഷൻ ഓഫ് ഐഡിയാസ്, നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത് പല സോഴ്സിൽ നിന്നായിരിക്കും. അതായത് ഒരു സോഴ്സിൽ നിന്ന് മാത്രമാണ് മിസ്സിനിപ്പോൾ ഐഡിയ കിട്ടുന്നത്. മിസ്സിനിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ആശയം തോന്നുന്നു, ഓക്കെ ഒരു കാര്യം കണ്ടു, അപ്പോൾ മിസ്സിന് തോന്നി ഓ ഈ ഐഡിയ കൊള്ളാം, ഇതൊരു പ്രോജക്റ്റ് ചെയ്താലോ എന്ന് മിസ്സ് ചിന്തിക്കും. മനസ്സിലായി? അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോജക്ട്സ് തുടങ്ങുന്നത്. സോ പ്രോജക്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്? പ്രോജക്ട്സ് എമർജൻസ് ഓഫ് ഐഡിയ, ജനറേഷൻ ഓഫ് ഐഡിയ എങ്ങനെയാണ് എമർജ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഐഡിയാസ് കിട്ടും. കണ്ടോ? ദ ജനറേഷൻ ഓഫ് ഐഡിയ റിഫേഴ്സ് ടു കമ്മിങ് അപ്പ് വിത്ത് ന്യൂ കോൺസെപ്റ്റ് ഓഫ് സൊല്യൂഷൻ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം നമുക്ക് അറൈസ് ചെയ്തു, ആ പ്രോബ്ലത്തിന് നമുക്ക് എന്താ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. അത് ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിലും എമർജ് ചെയ്ത് കിട്ടാം. അപ്പോൾ ആ സോഴ്സിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും, നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, വെരി സിമ്പിൾ അല്ലേ? പ്രോജക്റ്റ്, ജനറേഷൻ ഓഫ് പ്രോജക്റ്റ്, ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് എക്സാംസിന്. ഇത് മാത്രം പഠിച്ചുകൊണ്ടായാൽ മതി, വളരെ ഭംഗിയായിട്ട് നമുക്ക് എക്സാംസ് പാസ്സാവാൻ പറ്റും. ഓക്കെ, വാട്ട് യു മീൻ ബൈ സ്ക്രീനിങ് ഓഫ് പ്രോജക്റ്റ് ഐഡിയ? ഓക്കെ, സ്ക്രീനിങ് ഓഫ് പ്രോജക്റ്റ് ഐഡിയ മക്കളെ, നമുക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് പ്രോജക്റ്റ് ഐഡിയാസ് ഒരേ കാര്യം. ഇപ്പോൾ ഒരു പ്രോബ്ലം, ഇവിടെ വെള്ളത്തിന് സ്കേർസിറ്റി ഉണ്ടെന്ന് മിസ്സിന് ഒത്തിരി ഐഡിയാസ് വന്നു, ഒത്തിരി പ്രോജക്ട്സ് വന്നു. അപ്പം മിസ് ഇതെന്ത് ചെയ്യും? മിസ് ഇത് സ്ക്രീൻ ചെയ്യുക. അതായത് ഏതാണ് നല്ലത്, ഏത് അഡോപ്റ്റ് ചെയ്താലാണ് എഫക്റ്റീവായിട്ട് ഇത് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എഫക്റ്റീവ് ആവുന്നതെന്ന് എന്ത് ചെയ്യും? മിസ് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യണം? സ്ക്രീനിങ് ചെയ്യണം. അപ്പോൾ എന്താണ് സ്ക്രീനിങ്? സ്ക്രീനിങ് ഓഫ് എ പ്രോജക്റ്റ് ഐഡിയ മീൻസ് ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിങ് ദ മോസ്റ്റ് ഫീസിബിൾ ആൻഡ് ബെനഫിഷ്യൽ പ്രോജക്റ്റ് ഐഡിയാസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏതാണ് ഏറ്റവും നല്ലതെന്ന് മിസ് എങ്ങനെ കണ്ടുപിടിക്കും? മിസ് ഒത്തിരി ഐഡിയാസ് കൊണ്ട് വന്ന് മിസ് സെലക്ട് ചെയ്യുക. ഈ ഐഡിയ കൊള്ളാം, ഇങ്ങനെ ചെയ്താൽ എന്താണ്, ഇങ്ങനെ ചെയ്താലാണ് ഈ പ്രോജക്റ്റിന് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഇത് ഓക്കെ ആവുന്നതെന്ന് മിസ്സിന് മനസ്സിലാവും. അതാണ് എന്ത്? അതെ, സ്ക്രീനിങ് ആ പ്രോജക്റ്റ് ഐഡിയ. ഒത്തിരി പ്രോജക്റ്റ് ഐഡിയാസ് ചവറ് കണക്കിനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മളിത് ഫിൽട്ടർ ചെയ്തിട്ട് ഏറ്റവും നല്ലത്, ഏറ്റവും ഫീസിബിൾ ആയിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത വാട്ട് യു മീൻ ബൈ മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ്? വളരെ സിമ്പിളാണ് മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത് മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങൾ, അതായത് മാർക്കറ്റിന് ഡിമാൻഡ് ഉണ്ടോ, കസ്റ്റമേഴ്സ് വാങ്ങുമോ എന്നതാണ് മാർക്കറ്റ് ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ഫീസിബിലിറ്റി അനാലിസിസ്. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് EV വെഹിക്കിൾസ്, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഗുണം എന്താണ്? അതൊരു പുതിയൊരു ഇന്നോവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് വളരെയധികം മാർക്കറ്റിലുണ്ട്. കസ്റ്റമേഴ്സ് അത് വാങ്ങാൻ എന്താണ് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. സോ മാർക്കറ്റിൽ എന്തുണ്ട്? അതിന് ഡിമാൻഡ് ഉണ്ട്, കസ്റ്റമേഴ്സിനും ഡിമാൻഡ് ഉണ്ട്. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? EV വെഹിക്കിൾസ് ഇപ്പോൾ അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അത് വാങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ, അതായത് പ്രൊപ്പോസ് ചെയ്ത പ്രോഡക്റ്റ്. ഞാനിപ്പോൾ പ്രൊപ്പോസ് ചെയ്ത് ഓക്കെ എൻ്റെ കമ്പനി EV ആണ്, ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഞാനിപ്പം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ഫീസിബിലിറ്റി, മാർക്കറ്റിൽ എത്ര പേര് വാങ്ങാൻ ഇത് പറ്റും, മാർക്കറ്റിൻ്റെ ശേഷി, അതാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ചെല്ലുവാണെങ്കിൽ മാർക്കറ്റിൽ എത്ര പേർക്ക് ഇത് വാങ്ങാൻ പറ്റില്ല, മാർക്കറ്റിൽ ഇതിന് ഡിമാൻഡ് ഉണ്ടോ, ഇല്ലെങ്കിൽ വെറുതെ എൻ്റെ കമ്പനി പൂട്ടിപ്പോത്തേ ഉള്ളൂ, എന്തെങ്കിലും നഷ്ടം വരുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ഫീസിബിലിറ്റി അനാലിസിസ് നടത്തുന്നത്. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. കണ്ടോ? മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ് എക്സാമിൻസ് ദ ഡിമാൻഡ്, കോമ്പറ്റീഷൻ, മാർക്കറ്റ് കണ്ടീഷൻസ് ഫോർ എ പ്രോഡക്റ്റ് ഓർ സർവീസ് ടു ഡിറ്റർമൈൻ ഇഫ് ഇറ്റ് വിൽ സക്സീഡ്. EV പോലത്തെ എന്ത് പ്രോഡക്റ്റ്സ് ഇറക്കിയാലും സക്സീഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണ്? ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ് ഏറ്റവും കൂടുതലുള്ളത് EVക്കാണ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. അപ്പം അതുപോലെ വേറൊരു പ്രോഡക്റ്റ് മിസ് എടുത്ത് കൊണ്ടുവന്നെന്ന് വെച്ചോ, അത് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, ഇല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നാൽ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി അടുത്തത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് മക്കളെ പ്രത്യേകിച്ച് വലുതായിട്ട് ചിന്തിച്ച് തലവയ്ക്കാനൊന്നുമില്ല. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് വളരെ സിമ്പിളാണ്. കോസ്റ്റ് എന്താണ്? സെല്ലിംഗ് പ്രൈസ് എന്താണ് മക്കളെ? സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താ പറയുന്നത്? നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. ഇവിടെ സിമ്പിളാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, അപ്പം പ്രൈസിങ് എങ്ങനെ ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ആദ്യം ഒരു ഇക്വേഷൻ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആ ഇക്വേഷനിൽ നിന്ന് മിസ് അതെന്താണ് കണ്ടുപിടിച്ച് തരാം. ഓക്കെ, പൊതുവെ നമ്മൾ പ്രൈസിങ് സെല്ലിംഗ് പ്രൈസ് എങ്ങനെ ഇടുന്നത്? പ്രോഫിറ്റ്, അതായത് കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കും, അതിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. അതുപോലെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രൈസ് ചെയ്യുന്നത് എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അതായത് എത്ര ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അതിൻ്റെ കൂടെ എന്താണ്? കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ് മക്കളെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും കൂടെ മാർജിൻ, ഇച്ചിരിയും കൂടെ പൈസ നമുക്ക് എന്താ, അതായത് കോസ്റ്റ് 10 രൂപ ഒരു പേന കമ്പനി പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കോസ്റ്റ് 10 രൂപ. അതിൻ്റെ കൂടെ മിസ് എന്താ 5 രൂപയും കൂടെ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. അതായത് എന്താ, ലാഭത്തിന് വിൽക്കണ്ടേ, പ്രൈസ് ഇടണ്ടേ, അതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. അപ്പം നമ്മൾ ഈ കോസ്റ്റിൻ്റെ ഇക്വേഷൻ, കോസ്റ്റ് പ്ലസ് പ്രൈസിൻ്റെ ഇക്വേഷൻ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? കണ്ടോ, ABC എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇപ്പോഴോ അപ്പോൾ ABC എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ആവറേജ് എന്താ വേരിയബിൾ കോസ്റ്റ്. അപ്പം നേരത്തെ പറഞ്ഞ എന്താ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആവറേജ് വേരിയബിൾ കോസ്റ്റും അതിൻ്റെ കൂടെ ഈ CM കൂടെ ചേർത്ത്, അതായത് ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പോലത്തെ തന്നെ ഒരു കാര്യമാണ്. അത് ചേർത്ത് നമുക്ക് എന്താ കിട്ടും? മിസ് എന്ന് പറഞ്ഞാൽ 10 5 കൂടെ കിട്ടുമ്പോൾ 15 റുപ്പീസ്. ഇതായിരിക്കും എന്താ നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതുപോലെ തന്നെയാണ് എന്തിവിടെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അടുത്ത സ്കിമ്മിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മക്കളെ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കും, ഇപ്പം മാർക്കറ്റിലേക്ക് വളരെ പുതിയൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ ന്യൂ പ്രോഡക്റ്റാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗാഡ്ജറ്റ്സിലേക്ക് വരുമ്പം S23 Ultra, S24 Ultra, ഐഫോൺ, ഇതിൻ്റെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതാണോ? ഇല്ല. ഇവർ കൊണ്ടുവരുന്ന ഐഡിയാസ് നമുക്കറിയാം. സാംസങ് തന്നെ ഏറ്റവും നല്ല ഐഡിയ കൊണ്ടുവന്നത് ഇവിടെ നിന്നാൽ എന്താ അവരുടെ ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് മൂൺ വരെ, ചന്ദ്രനെ വരെ നമുക്ക് സൂം ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. സോ ഇതെന്താണ്? വളരെ പ്രീമിയമായ ഒരു പ്രോഡക്റ്റാണ്. ആ പ്രീമിയം പ്രോഡക്റ്റിന് അവർ മാക്സിമം റേറ്റ് ഇടും. അവർക്കറിയാം എന്താണ് ഏറ്റവും ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാർ ഇത് എന്തായാലും വാങ്ങും. കാരണം എന്താ, അവർക്ക് ആദ്യം തന്നെ ഇത് വാങ്ങണം. ഓക്കെ, ഇത്ര നല്ല പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് ഇത് ഇപ്പം തന്നെ വാങ്ങണം എന്ന് പറഞ്ഞാൽ ഏറ്റവും എത്ര റേറ്റ് ആവട്ടെ അത് അപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹയസ്റ്റ് പ്രൈസിൽ ഇട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഇത് പതുക്കെ നിങ്ങൾക്കറിയാം, ഇതേ പ്രോഡക്റ്റ്സ് ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ബിഗ് ബില്യൺ ഡേയ്സിലാവട്ടെ, ബിഗ് സേവിങ് ഡേയ്സിലാവട്ടെ, ഇതിലെല്ലാം എന്താണ് റേറ്റ് കുറഞ്ഞു വരും. അതാണ് സ്കിമ്മിങ് പ്രൈസ്. സ്കിമ്മിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് വളരെ പ്രീമിയം ഐഡിയ ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഹൈ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെല് ചെയ്യണം. അപ്പോൾ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഒരു പെട്ടെന്ന് തന്നെ ഒരു സമയത്ത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. That's the skimming price. Very easy. Skimming price is pricing strategy where a product is introduced at a high price. കണ്ടോ, ഹൈ പ്രൈസിൽ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഗ്രാജുവലി ലോവർഡ് അവർ ടൈം ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്. പിന്നെ അത് ഗ്രാജുവലി അതിനെ കുറച്ച് കൊണ്ടുവരും. ഓക്കെ, വാട്ട് ഈസ് ഗോയിങ് റേറ്റ് പ്രൈസിങ്? ഗോയിങ് റേറ്റ് പ്രൈസിങ്ങും ഒന്നുമില്ല, സിമ്പിളാണ്. മിസ് എന്ത് ചെയ്തു? കുറേ ലേസ് പോലത്തെ കുറേ കമ്പനീസ് ഉണ്ട്. ഞാനും എന്ത് ചെയ്തു? മിസ്സും ഒരു ലേസ് ഉണ്ട്, അതായത് പൊട്ടറ്റോ ചിപ്സിൻ്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത്. അവിടെ ലേസ് 5 രൂപയ്ക്ക് വിൽക്കുന്ന മിസ്സിൻ്റെ അതേ ക്വാണ്ടിറ്റിയുടെ സാധനം മിസ് 10 രൂപയ്ക്ക് വിറ്റിട്ട് ആരെങ്കിലും വാങ്ങുമോ? ആരും വാങ്ങില്ല. അപ്പോൾ എന്താ ഗോയിങ് റേറ്റ് പ്രൈസ്? അതായത് മാർക്കറ്റിൽ എന്താണോ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഏത് പ്രൈസ് റേഞ്ചിലാണ് അവരുടെ പ്രോഡക്ട്സ് ഇട്ടേക്കുന്നത്, അതേ പ്രൈസ് റേഞ്ചിൽ മിസ് വിടും. അപ്പോൾ അതിന് എന്താണ് അതിൻ്റെ ഗോയിങ് റേറ്റ് പ്രൈസ്. സി, ഗോയിങ് റേറ്റ് പ്രൈസ് മീൻസ് സെറ്റിംഗ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് സിമിലർ ടു ദ ആവറേജ് മാർക്കറ്റ് പ്രൈസ് ബേസ്ഡ് ഓൺ വാട്ട് കോമ്പറ്റീറ്റേഴ്സ് ആർ ചാർജിങ്. സിമ്പിൾ. ഇനി അടുത്താണ് പെനട്രേഷൻ പ്രൈസ്. പെനട്രേഷൻ പ്രൈസ് എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ ലോ റേറ്റിലങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് എന്താണ്, മാർക്കറ്റ് ഷെയർ അത്യാവശ്യം മാർക്കറ്റിനെ നമുക്ക് എന്താണ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ആണ്, പക്ഷേ പ്രോഡക്ട്സ് എന്താണ് ചെയ്യുന്നത്? വളരെ ലോ പ്രൈസിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും, പിന്നീട് അവർ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കുറച്ച് കൂട്ടും. പക്ഷേ പെനട്രേഷൻ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ലോ പ്രൈസിലാണ് നമ്മളിത് എന്ത് ചെയ്യാൻ പോകുന്നത്? മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഡിഫൈൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ് ഡിഫൈൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വെരി സിമ്പിൾ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മക്കളെ, ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും. എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സിന് ഒരു താല്പര്യമില്ല ഇതിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ കിട്ടണമെന്ന്. അതാണ് ഇവിടെ പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ എ കമ്പനി നീഡ്സ് ടു ഏൺ ടു കവർ ഇറ്റ്സ് കോസ്റ്റ് ഓഫ് ബോറോയിങ് ആൻഡ് അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ്. ഇനി ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടിക്കൊണ്ടേ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ എന്തെങ്കിലുമൊക്കെ എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും റേറ്റ് ഓഫ് റിട്ടേൺ അവർക്ക് കിട്ടണം. ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഇല്ല, ഒന്നുമില്ല, ഒരു ലാഭവും ഇല്ലാതെ എന്ന് ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമോ? ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. സോ എന്താണ് വേണ്ടത്? നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത്.
ഓക്കെ, വാട്ട് യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ? ഇനി അടുത്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് വെരി ഈസി. ബിസിനസ്, ഞാൻ മിസ്സിന് ബിസിനസ് റൺ ചെയ്യും. ബിസിനസ് റൺ ചെയ്യുമ്പം ബിസിനസ് ഡെയിലി എക്സ്പെൻസസ് ഉണ്ട്. അപ്പം ഈ ഡേ ബൈ ഡേ എക്സ്പെൻസ്, ഡേ ടു ഡേ എക്സ്പെൻസസിന് അപ്പോൾ ബിസിനസ്സിന് ചിലവ് വരുന്നതിനാണ്. അത് നടന്നു പോകാൻ നമുക്ക് എന്താണ് ക്യാപിറ്റൽ വേണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ. കണ്ടോ, വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ മണി നീഡഡ് ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ഒരു ബിസിനസ്സിന് വേണ്ട മണി, ഇല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ പറയേണ്ടത് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ അറിയാം, കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റീസ്, കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റീസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. നമുക്കത് പണ്ടേ അറിയാം. സോ ദിസ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ, വെരി ഈസി. അടുത്തുണ്ട് പ്രോജക്റ്റ് അപ്രൈസൽ. പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കണം പ്രോജക്റ്റ് അപ്രൈസൽ. ഓക്കെ, വാട്ട് ഈസ് പ്രോജക്റ്റ് അപ്രൈസൽ? പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോജക്റ്റ് ഞാൻ മിസ് കൊണ്ടുവന്ന പ്രോജക്റ്റിൻ്റെ കോസ്റ്റ്, ഇതിൻ്റെ ബെനഫിറ്റ്സ്, ഇതിൻ്റെ എന്താ പറയുന്നത്, ഇതിൻ്റെ സാധ്യത ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അസസ് ചെയ്യാൻ പോകും. ഇതൊരു അസസ്മെൻ്റ് ആണ്. അതിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറഞ്ഞാൽ അപ്രൈസൽ എന്ന് പറയേണ്ടത്. അതായത് ഒരു ഇവാലുവേഷൻ പ്രോസസ്സാണ്. ഈ പ്രോജക്റ്റ് കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ, ഇത് ചെയ്തിട്ട് സമൂഹത്തിനോ ഇല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിനോ ഇല്ലെങ്കിൽ പോട്ടെ അവർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗമുള്ള പ്രോജക്റ്റ് ആണോ ഈ ചെയ്യുന്നേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോജക്റ്റ് അപ്രൈസൽസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് പ്രോജക്റ്റ് അപ്രൈസൽ? പ്രോജക്റ്റ് അപ്രൈസൽ ഇസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ പ്രോജക്ട്സ് ഫീസിബിലിറ്റി. അതിന് എത്ര റിസ്ക് ഉണ്ട്, ഫിനാൻഷ്യലി എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, ഇതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അസസ് ചെയ്യും. ഇതിനാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇസ് അസസ്മെന്റ് ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിന്റെ ബെനിഫിറ്റും അതിന്റെ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യണം. എന്താണ് അതിന്റെ സാധ്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സിമ്പിൾ. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ പേ ബാക്ക് പീരിയഡ് ടെക്നിക്? മക്കളെ, നമ്മളിവിടെ എന്താണ് നോക്കുന്നത്, പേ ബാക്ക് പീരിയഡ് ടെക്നിക്. മക്കളൊന്ന് ചിന്തിച്ച് ചോദിക്കുന്ന, ഞാനിപ്പം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മിസ് ആദ്യം ചിന്തിക്കുന്നത് ഇത് എത്ര നാളുകൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടും. പേ ബാക്ക് പീരീഡ്, എനിക്ക് എത്ര നാളുകൊണ്ട് ഈ 10 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതിനെയാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. വെരി വെരി സിമ്പിൾ. സി, പേ ബാക്ക് പീരീഡ് ടെക്നിക് ഇസ് എ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ദാറ്റ് കാൽക്കുലേറ്റ്സ് ദ ടൈം റിക്വയർഡ് ടു റിക്കവർ ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. മിസ് ആദ്യം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര രൂപ ഇട്ടു, 10 lakh rupees ഇട്ടു. ഇത് തിരിച്ചു കിട്ടാൻ എത്ര നാളെടുക്കും എന്നതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതാണ് എന്ത്, പേ ബാക്ക് പീരീഡ് ടെക്നിക്. ഓക്കെ, സിമ്പിൾ. ഇപ്പോൾ പേ ബാക്ക് പീരീഡ് ടെക്നിക്ക്, ഇപ്പോൾ ഒരു മിസ് ഒരു എക്സാമ്പിൾ വരാം. ഒരു പ്രോജക്റ്റിന് 1 lakh rupees കോസ്റ്റായി. 1 lakh rupees പ്രോജക്റ്റ്, മിസ് ഒരു പ്രോജക്റ്റ് തുടങ്ങി, അതിന് 1 lakh rupees കോസ്റ്റായി. ക്യാഷ് ഇൻഫ്ലോ, അതായത് ഓരോ വർഷവും മിസ്സിന് എന്താണ് ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്, 20,000. ഓരോ വർഷം 20,000. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, ഇനിഷ്യലി മിസ് 1 lakh rupees ഇൻവെസ്റ്റ്, 20,000. അങ്ങനെയാണ് എത്ര വർഷം കൊണ്ട് ഈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്സിന് തിരിച്ചു കിട്ടും, 5 years ഉണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഈ 1 lakh rupees ഡിവൈഡഡ് ബൈ 20,000 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 5 years. ഈ 5 years കൊണ്ടാണ് എന്ത്, പേ ബാക്ക് പീരീഡ്. ഇതാണ് പേ ബാക്ക് പീരീഡ്. അപ്പോൾ ഈ 5 years കൊണ്ട് മിസ്സിന് എന്ത് കിട്ടും, ഈ പോയ പൈസ ഇതിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്സിന് തിരിച്ചു കിട്ടും. കണ്ടോ, സിമ്പിളായിട്ട് നമ്മൾ തീർത്താണ്ടോ. ഓക്കെ, അടുത്തത് ARR മെത്തേഡ്. എന്താണ് ARR മെത്തേഡ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ് മക്കളെ, അക്കൗണ്ടിങ് റേറ്റ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇതെന്താണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇതും ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ എന്തിനാണ്, പേ ബാക്ക് മെത്തേഡിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണെന്ന് പറയാം. കാരണം എന്താ, ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവറേജ് ഏർണിങ്സ്, നമ്മുടെ ആവറേജ് ഏർണിങ്സ് കണ്ടിരിക്കും, നമുക്ക് എത്രത്തോളം അസറ്റ്സ് ഉണ്ട് അതിൻ്റെ ഡിപ്രീസിയേഷൻ എല്ലാം ചെയ്തിട്ട്, അതായത് എന്തായാലും നമ്മുടെ ഏർണിങ്സിന് ഡിപ്രീസിയേഷൻ കാണും. അത് കുറച്ചുകൊണ്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു ലൈഫ്, എക്കണോമിക് ലൈഫ് എന്ന പ്രോജക്ട്സ് എക്കണോമിക് ലൈഫ് ഇപ്പം 5 വർഷം ഇല്ലെങ്കിൽ 10 വർഷം ഈ പ്രോജക്റ്റ് കാണും, ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഇത്ര നാളെ കാണത്തുള്ളെങ്കിൽ അത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്ര വർഷം കൊണ്ട് നമുക്കിത് തിരിച്ചു കിട്ടാൻ പറ്റും എന്നാണ്. അതാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ഇല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്നും ഇതിനെ പറയും. സോ ARRൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ARR ഈസ് ഈക്വൽ ടു ആവറേജ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. ആവറേജ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 എന്നതാണ് എന്ത്, ARR മെത്തേഡിൻ്റെ ഫോർമുല. എന്ന് വെച്ചാൽ എന്താ, ദിസ് എ വേ ഓഫ് മെഷറിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിട്ടേൺ ബൈ കമ്പയറിംഗ് ദ എക്സ്പെക്റ്റഡ് ആവറേജ് ആനുവൽ പ്രോഫിറ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വാല്യൂ ഇത്രേ വരത്തുള്ളൂ. ഓക്കെ, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയാണെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആനുവൽ പ്രോഫിറ്റ് ഇത്രേ ആവും, ആനുവൽ പ്രോഫിറ്റ് കുറവ് വരത്തുള്ളൂ, ഇല്ലെങ്കിൽ അടുത്ത വർഷം കൂടുതലാവാം എന്നതാണ് എന്ത്,
ടു ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്. ഇതിനെയാണ് നമ്മൾ ARR മെത്തഡ് എന്ന് പറയുന്നത്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഇനി അടുത്ത എന്താണ് മക്കളെ? NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് ആൻഡ് ദ ഔട്ട് ഫ്ലോസ് ഓവർ എ പ്രോജക്ട്സ് ലൈഫ് ടൈം. അതായത് പ്രസൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ്. ഇപ്പം മിസ്സിന് ക്യാഷ് ഇൻഫ്ലോ 20,000, 30,000, 40,000 കൂടിക്കൊണ്ടേ ഇരിക്കും. ഇത് എപ്പോഴും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല. ഈ ഇൻഫ്ലോ കുറയാം, കൂടാം. ഔട്ട് ഫ്ലോയ്ക്കും ഇതേ ഡിഫറൻസസ് വരും. എന്താണ്? ഇൻഫ്ലോയ്ക്കും ഔട്ട് ഫ്ലോയ്ക്കും ഒരേ ഡിഫറൻസസ് വരും. സോ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് പറയാം എന്ത്? ആ ഡിഫറൻസിനെയാണ് പറയേണ്ടത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ? അതായത് NPVയെ നമുക്ക് വീണ്ടും ഒരു ഡെഫിനേഷൻ കൊടുക്കാം. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് എന്ത് കുറയ്ക്കണം? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് കുറയ്ക്കണം. കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം 1 lakh ആയെങ്കിൽ അത് നമ്മൾ കുറയ്ക്കണം. കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇപ്പോൾ എത്രയാണ് ക്യാഷ് ഇൻഫ്ലോ വരുന്നത് അതനുസരിച്ച് എന്ത് വേണം? കോസ്റ്റ് എത്രയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് കുറച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? NPV കിട്ടും. ഇനി IRR മെത്തേഡ് പൊതുവെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആവുന്നൊരു മെത്തേഡാണ്. എന്താണെന്നറിയാമോ? എന്താ മക്കളെ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ IRR റേറ്റ് ഓഫ് റിട്ടേൺ നമുക്കറിയാം. അതായത് മിസ് ഇപ്പം നോക്കിയോ, മിസ് ഇപ്പം 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു. മിസ്സിന് എല്ലാ വർഷവും 10%, എല്ലാ വർഷവും അതായത് ഒരു 10 വർഷം എടുക്കുമെന്ന് വെച്ചു. 10 വർഷത്തേന് മിസ്സിന് കോൺസ്റ്റൻ്റ് ആയിട്ട് 10% കിട്ടും. ശ്രദ്ധിക്കണം. 10% എത്രയാണ്? 1 lakhന് 10% ഒന്ന് പറഞ്ഞേ. 10,000 rupees. ഓക്കെ, ഈ 10,000 rupees മിസ്സിന് എല്ലാ വർഷവും കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതെന്താ? റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പം മിസ്സിന് മനസ്സിലായി അപ്പം എല്ലാ വർഷവും കിട്ടും. 10 വർഷം കൊണ്ട് മിസ്സിന് ഈ പൈസ തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ എനിക്ക് കിട്ടും. പേ ബാക്ക് പീരീഡ് മനസ്സിലായി. പക്ഷേ അടുത്തൊരു കേസിൽ പറയാം, മിസ്സിന് മനസ്സിലായി ഈ 1,00,000 രൂപ ആദ്യത്തെ വർഷം 5% കിട്ടും, രണ്ടാമത്തെ വർഷം 7% കിട്ടും, അടുത്ത വർഷം 4% കിട്ടും. എത്ര കിട്ടും, എത്ര വർഷം കിട്ടും എന്ന് ഒരു ഉറപ്പുമില്ല. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? IRR മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വെരി സിമ്പിൾ. അതായത് മറ്റേന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ഈ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൽ നമുക്കറിയാം ഈ വർഷം 10 വർഷം കൊണ്ട് മിസ്സിന് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ 10% കിട്ടും. ഓക്കെ, ഫൈൻ, മിസ്സിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴോ ഇത് കോൺസ്റ്റൻ്റ് അല്ല, ഇത് വേരിയബിൾ ആണ്, മാറിക്കൊണ്ടേയിരിക്കും. ഓരോ വർഷം എത്ര കിട്ടും എന്നറിയത്തില്ല, എത്ര വർഷം കിട്ടുമെന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇത് എന്താണ്? ഇത് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താണ്? ഇതിനെയാണ് IRR മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് IRR മെത്തേഡ്? Okay, what do you mean by sensitivity technique? Sensitivity analysis is a technique that evaluates how change in key factors like cost, sales impact the outcome of project. അതെ, വളരെ സെൻസിറ്റിവിറ്റി ടെക്നിക്കാണ്. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ഇത് കോസ്റ്റ് ആവട്ടെ, ഇപ്പം ബാക്കി എന്ത് കാര്യം ആയിക്കോട്ടെ, ഇപ്പം എന്താ പറയുക, ക്യാഷ് ഇൻഫ്ലോ ആയിക്കോട്ടെ, ക്യാഷ് ഔട്ട്ഫ്ലോ ആയിക്കോട്ടെ, എന്ത് കാര്യം നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഔട്ട്കമ്മിനെ എങ്ങനെ ബാധിക്കും, വളരെ സെൻസിറ്റീവായിട്ട് എങ്ങനെ ബാധിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസിറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. വെദർ ക്യാഷ് ഫ്ലോ ആർ വെരി സെൻസിറ്റീവ് അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസ്. നമുക്കറിയാം ഈ ക്യാഷ് ഫ്ലോ വളരെ സെൻസിറ്റീവ് ആണ്. ഈ വട്ടം 10,000 ആണെങ്കിൽ അടുത്ത വട്ടം മാറാം. ക്യാഷ് ഫ്ലോസ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. സോ അതെന്താണ്? ദീസ് ഇൻഫ്ലോസ് മേ ബി റിഗാർഡഡ് ആസ് ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ഓർ പെസിമിസ്റ്റിക്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്, വളരെ പോസിറ്റീവ് റിസൾട്ട്. ചിലപ്പോൾ മോസ്റ്റ് ലൈക്ലി അതേ റിസൾട്ട് തന്നെ വരാമെന്നുണ്ട്. അല്ലെങ്കിൽ പെസിമിസ്റ്റിക് ആണ്, വളരെ നെഗറ്റീവ് റിസൾട്ട്സാണ്. സോ ഇതെല്ലാം എന്തിനെ അഫക്റ്റ് ചെയ്യും? നമ്മുടെ ഔട്ട്കം, പ്രോജക്റ്റിൻ്റെ ഔട്ട്കമ്മിനെ എങ്ങനെയാണെങ്കിലും അഫക്റ്റ് ചെയ്യും. ഓക്കെ, വാട്ട് ഡു മീൻ ബൈ ഫീസിബിലിറ്റി റിപ്പോർട്ട്? Feasibility report എന്താണ് മക്കളെ? Feasibility report is a detailed document that assesses the viability of a project. അതായത് feasibility report എന്ന് വെച്ചാൽ ഈ അസസ്മെൻറ്റ്, ഫുൾ അസസ്മെൻറ്റ് നടത്തും. ഓക്കെ, ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പോകുന്നത്, ഈ പ്രോജക്റ്റ് കാരണം എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ഒരു കമ്പനിക്ക് ഉണ്ടാകുന്നത്, ഇല്ലെങ്കിൽ HR വെച്ചൊരു എക്സ്പെൻസ്, മാർക്കറ്റിങ്ങിന് എക്സ്പെൻസസ് ഉണ്ട്, HR എക്സ്പെൻസസ് ഉണ്ട്, പിന്നെ ഓപ്പറേഷൻസിന് എക്സ്പെൻസസ് ഉണ്ട്, പ്രോഡക്ട്സിന് എക്സ്പെൻസസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാ എക്സ്പെൻസസും കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ സാധ്യത, ഇതിങ്ങനെ ഇറക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ പ്രോജക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫീസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫീസിബിലിറ്റി ടെസ്റ്റ്? എന്താണ് മക്കളെ ഫീസിബിലിറ്റി ടെസ്റ്റ്? പറഞ്ഞേ. ഫീസിബിലിറ്റി ടെസ്റ്റ് ഈസി അല്ലേ? ഏതാണ്ട് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് ആണ്. അത് അസസ് ചെയ്യും, എക്സാമിൻ ചെയ്യും. എന്താണ് ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ്, അഥവാ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നാൽ അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യും. അതാണ് ഫീസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ടു ദ ബിസിനസ് പ്രോബ്ലംസ് ആൻഡ് ഡിറ്റർമൈൻ വെദർ ഇറ്റ് ഈസ് വർത്തി ടു പ്രൊസീഡ്. ഇനി ഈ പ്രോജക്റ്റ് ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, പ്രൊസീഡ് ചെയ്യണോ, ഇത് വേണ്ടെന്ന് വെക്കണോ. അതുകൊണ്ടാണ് എല്ലാ പ്രോജക്ട്സും നമ്മൾ അംഗീകരിക്കാത്തത്. കാരണം എന്താ? ഫീസിബിലിറ്റി
റിപ്പോർട്ട് വരുമ്പോൾ ഫീസിബിൾ അല്ല എന്ന് തോന്നിയാൽ നമ്മൾ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ 5 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം, ഇല്ലെങ്കിൽ 15 മാർക്സിന് ചോദിച്ചാൽ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, ഇനി അടുത്ത ഫസ്റ്റ് 2 മാർക്സിൻ്റെ ഇല്ലെങ്കിൽ 5 മാർക്സ് പോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, കാരണം ഇഷ്ടം പോലെ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡിഫൈൻ ഫീസിബിലിറ്റി സ്റ്റഡി. നമ്മൾ മേളിൽ പറഞ്ഞായിരുന്നു എന്താണ് ഫീസിബിലിറ്റി റിപ്പോർട്ടാണ്. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡി എന്തായിരിക്കും? ഇസ് ആൻ അനാലിസിസ് കണ്ടക്ട് ടു അസസ് വെദർ എ പ്രോജക്റ്റ് ഓഫ് ബിസിനസ് ഐഡിയ ഈസ് അച്ചീവബിൾ. എന്താണ് ഈ പ്രോജക്റ്റ് ഐഡിയ, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത് ഗുണകരമാകുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സ്റ്റഡിയാണ് എന്ത്, ഫീസിബിലിറ്റി സ്റ്റഡി. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരിക്കും മക്കളെ? നോക്കിക്കോ, ഐഡൻറ്റിഫൈങ് റിസ്ക്. സ്വാഭാവികം, ഒരു പ്രോജക്റ്റ് ഉണ്ടോ, ഇനി റിസ്ക് ഉണ്ടോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന്. അതാണല്ലോ ഫീസിബിലിറ്റിയിൽ നമ്മളെല്ലാം നോക്കും. ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ, എന്തൊക്കെ ദോഷങ്ങൾ, എന്തൊക്കെ റിസ്ക്, എന്തൊക്കെ പോസിറ്റീവ്സ്, എന്തൊക്കെ നെഗറ്റീവ്സ്, ഇതെല്ലാം നമ്മൾ ഒരുപോലെ കണ്ടുപിടിക്കുന്നതാണ് എന്ത്, ഫീസിബിലിറ്റി സ്റ്റഡി. ഓക്കെ, നമ്മൾ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യും. ഇവാലുവേറ്റിംഗ് ഫിനാൻഷ്യൽ വയബിലിറ്റി. ഫിനാൻഷ്യൽ വയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഫിനാൻഷ്യലി ഇതിനെ എത്രത്തോളം ഫിനാൻഷ്യലി ഇതിനെ ഇൻഡിപെൻഡൻ്റ് ആണ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം. അതായത് എത്രത്തോളം ഫിനാൻസ് വേണ്ടി വരും, ഇനിയും ഫിനാൻസിൻ്റെ ആവശ്യം വരുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് മനസ്സിലാവും. റിസോഴ്സ് പ്ലാനിങ്, റിസോഴ്സസ് പ്ലാൻ ചെയ്യാൻ യൂസ്ഫുൾ ആണ്. മാർക്കറ്റ് ഡിമാൻഡ്, ഈ സ്റ്റഡിയിൽ നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ്, ഈ പ്രോഡക്റ്റിന് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് ഇല്ലാതെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ടൈം ഫ്രെയിം എസ്റ്റിമേഷൻ, എത്ര നാൾ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് കൊണ്ടുവരാൻ പറ്റും. ടെക്നിക്കൽ ഫീസിബിലിറ്റി, ലീഗൽ ആൻഡ് റെഗുലേറ്ററി ചെക്സ്, ഡിസിഷൻ മേക്കിംഗ് ടൂൾ. വളരെ വളരെ സിമ്പിളാണ്. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. നമ്മൾ പ്രോജക്റ്റിലെ പ്രോജക്റ്റ് ആവട്ടെ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നോക്കണം അതിന് റിസ്ക് ഉണ്ടോ അല്ല. അതാണ് ഈ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, അടുത്ത് വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അനാലിസിസ്. സിമ്പിൾ അല്ലേ? ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് വെച്ചാൽ എന്താ, എല്ലാ പ്രശ്നങ്ങളും, അതായത് മൊത്തത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, മാർക്കറ്റ് ആവട്ടെ, അത് റിസ്ക് ആവട്ടെ, എല്ലാം ഫിനാൻഷ്യലി എന്താണെന്ന് പറയാം. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡി ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ മാത്രം നമ്മളിങ്ങനെ ഒതുങ്ങി നിൽക്കണം. അപ്പോൾ എന്താണ് പ്രോഫിറ്റബിലിറ്റി അസസ്മെൻറ്റ്, അവിടെ എത്ര പ്രോഫിറ്റ് ഇതിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അനാലിസിസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് എ പ്രോജക്റ്റ് ഓഫ് ബിസിനസ് ഐഡിയ ടു ഡിറ്റർമൈൻ ഇഫ് ഇറ്റ് ക്യാൻ ജനറേറ്റ് ഇനഫ് ഫിനാൻഷ്യൽ റിട്ടേൺസ്. ഫിനാൻഷ്യൽ റിട്ടേൺസ്, ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ റിട്ടേൺസ് കിട്ടുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അസസ്മെൻറ്റ് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ എന്തായിരിക്കും നോക്കുന്നത്, ഇതിലെ ലാഭം, ഇല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ് ഇവിടെ നോക്കേണ്ടത്. മോണിറ്ററി, കാരണം ഇതെന്താ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, നമ്മുടെ ക്യാഷ് ഇതിൽ ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. സോ ഫസ്റ്റ് വൺ ഈസ് പ്രോഫിറ്റബിലിറ്റി അസസ്മെൻറ്റ്, എത്ര പ്രോഫിറ്റ് കിട്ടും അല്ലേ, സ്വാഭാവികം ആരാന്നിനെ നമ്മളത് നോക്കും. രണ്ടാമത് കോസ്റ്റ് എസ്റ്റിമേഷൻ, എത്ര കോസ്റ്റ് ഈ പ്രോജക്റ്റിന് വേണ്ടി നമുക്ക് ചിലവാകുന്നത് എത്ര, കോസ്റ്റ് എസ്റ്റിമേഷൻ. റവന്യൂ ഫോർകാസ്റ്റിംഗ്, ഞാൻ കണ്ടുപിടിച്ചു റവന്യൂ നമുക്ക് ഫോർകാസ്റ്റ്, അതായത് കോസ്റ്റ് ഇത്ര ആയാലും റവന്യൂ എന്താ ഫോർകാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ മുൻവിധി പറയാം. അതായത് ഇത്ര വർഷം കൊണ്ട് നമുക്ക് ഇത്ര റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് നമുക്ക് ഇത്ര റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഫോർകാസ്റ്റ് ചെയ്യും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമെന്ന് നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അതായത് അനാലിസിസ് ചെയ്യുക. ഓക്കെ, ഇത്ര വർഷം കൊണ്ട് ഈ പ്രോജക്റ്റ് നല്ലതാണെങ്കിൽ ഇങ്ങനെ, പന്നലാണെങ്കിലോ അതും അത് തന്നെ വരും. ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഫീസിബിൾ അല്ലെങ്കിൽ എന്താണ്, കോസ്റ്റിനേക്കാളും റവന്യൂ കുറവായിരിക്കും, കോസ്റ്റ് ആയിരിക്കും കൂടുതൽ, റവന്യൂ കുറവായിരിക്കും. ഇതെല്ലാം ആ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ടിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, ക്യാഷ് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ക്യാഷ് ഫ്ലോ വേരി ആവോ, ക്യാഷ് ഫ്ലോ ഓക്കെ ആണോ, ക്യാഷ് ഫ്ലോ കാണുമോ, ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ, ഏതാണ് കൂടുതലെന്നെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഇനി എന്താണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മളൊന്ന് വായിച്ച് നോക്കിയായിരുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തുവാണെന്ന്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തില്ലായിരുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, എത്ര ആണോ ബിസിനസ് ഇടുന്ന ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇടുന്നത് അതിൽ നിന്ന് ഇച്ചിരിയെങ്കിലും, ഇല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ നിന്ന് റിട്ടേൺ വേണമെന്ന്. അതല്ലേ നമ്മൾ ഡിസ്കസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് എ ബിസിനസ് ഓർ പ്രോജക്ട് ത്രൂ either debt or equity. It is an essential factor in project evaluation. It determines minimum return. എന്ത് റിട്ടേൺ ആണ് കിട്ടുന്നത്, അതാണ് അവിടെ പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് പറയുന്നത്, റിട്ടേൺ, മിനിമം റിട്ടേൺ എങ്കിലും വേണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതാണ് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് പറയുന്നത്, മിനിമം റിട്ടേൺ എങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും റിട്ടേൺ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഇനി ഇൻവെസ്റ്റ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ എന്നെല്ലാം മനസ്സിലാവും.
ഒരു കമ്പനിയിൽ. കമ്പയറിങ് ഫിനാൻസിങ് ഓപ്ഷൻസ് എന്താ? മോസ്റ്റ് എഫക്റ്റീവ് ഫിനാൻസിങ് ഓപ്ഷൻ, അതായത് ലോൺ ആണോ എടുക്കേണ്ടത്, ബോണ്ട്സ് ഇഷ്യൂ ചെയ്യണോ? അപ്പോൾ പല പല ഫിനാൻസിങ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് നമ്മൾ കൺസിഡർ ചെയ്യണം, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ റിസ്ക് അസസ്മെൻറ്റ്, എല്ലാത്തിലും നമുക്ക് റിസ്ക് അസസ്മെൻ്റ് ഉണ്ട്. ഇതിൽ റിസ്ക് ഉണ്ട്, എത്ര റിസ്ക് ആണുള്ളത്, എന്തൊക്കെ റിസ്ക് ആണ്, എല്ലാം ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അടുത്ത വാല്യൂയിങ് പ്രോജക്റ്റിൻ്റെ വാല്യൂസ്, അതായത് ക്യാഷ് ഫ്ലോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യില്ലെങ്കിൽ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ത്, ഈ പ്രോജക്റ്റിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന്. പ്രോഫിറ്റബിലിറ്റി, ബെഞ്ച് മാർക്ക്, ഇൻവെസ്റ്റർ എക്സ്പെക്ടേഷൻ. സ്വാഭാവികം, ഇൻവെസ്റ്ററിന് എപ്പോഴും ഒരു എക്സ്പെക്ടേഷൻസ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഞാനിപ്പോൾ 1 lakh rupees എക്സ്പെക്ട് ചെയ്താൽ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, കമ്പനി ഗ്രോ ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എനിക്കൊരു പ്രോഫിറ്റ് കിട്ടണം എന്നാണ്. അപ്പോൾ ഇൻവെസ്റ്റർ എക്സ്പെക്ടേഷൻ. ഫിനാൻഷ്യൽ പ്ലാനിങ്സ് ആണ് വാല്യുവേഷൻ ഓഫ് കമ്പനി. വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ഇനി എന്താണ്, അടുത്ത ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് എ പ്രോജക്റ്റ്. ഓക്കെ, നമുക്ക് പ്രോജക്റ്റ് കൊണ്ടുവന്നു, വെറുതെ പ്രോജക്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമാണ് പറ്റുമോ? ഇല്ല, നമുക്ക് അതിന് ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ക്രൈറ്റീരിയാസ് വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മക്കളെ ക്രൈറ്റീരിയ? മാർക്കറ്റ് ഡിമാൻഡ്. സ്വാഭാവികം, ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് ഈ പ്രോജക്റ്റ് മാർക്കറ്റ് ഡിമാൻഡുമായിട്ട് ഓക്കെ ആണോ, ഒത്തുപോകുമോ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റ് ഡിമാൻഡ്. അടുത്ത ഫിനാൻഷ്യൽ വയബിലിറ്റി, ഫിനാൻഷ്യലി കോസ്റ്റ് കവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് റിട്ടേൺസ് കിട്ടുമോ, റവന്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, കോസ്റ്റ് ഓക്കെ ആണോ എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. ടെക്നിക്കൽ ഫീസിബിലിറ്റി, ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ്, റിസോഴ്സ് അവൈലബിലിറ്റി, റിസ്ക് അസസ്മെൻറ്റ്, പ്രോഫിറ്റബിലിറ്റി, സോഷ്യൽ ഇമ്പാക്ട്. ഇതെല്ലാം സോഷ്യൽ ഇമ്പാക്റ്റ്. ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന സോഷ്യലി ഒരു ഇമ്പാക്റ്റും ഇല്ല, ഒരു യൂസും ഇല്ല, വളരെ യൂസ്ലെസ് ആയ ഒരു പ്രോജക്റ്റും കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ ഇതൊക്കെയാണ് നമുക്ക് സെലക്ഷൻ ഓഫ് പ്രോജക്റ്റിൽ വരുന്നത്. റിസോഴ്സസ് വേണം, നമുക്ക് റിസ്ക് അസസ് ചെയ്യണം, ഫിനാൻഷ്യലി വയബിൾ ആണോ നോക്കണം, മാർക്കറ്റ് ഡിമാൻഡ് വേണം. കണ്ടോ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ് എന്ന് വെച്ചാൽ നിയമപരമായിട്ട് ഇതിന് വലിയ സാധ്യത വേണം. അല്ലാണ്ട് നിയമത്തിന് വളരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പ്രോജക്റ്റും കൊണ്ടുവന്ന് ആരെങ്കിലും അംഗീകരിക്കോ? ഇല്ല. വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പേ ബാക്ക് പീരീഡ്? പേ ബാക്ക് പീരീഡ് എന്താ, ഞാൻ മിസ് പറഞ്ഞത് എന്താണ്? മിസ് പറഞ്ഞായിരുന്നു ഇനിഷ്യലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെക്കും 1 lakh rupees 2 lakh rupees എത്ര ആവട്ടെ, അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് മിസ്സിന് എത്ര വർഷം കൊണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടും. അതാണ് എന്ത് പേ ബാക്ക് പീരീഡിൽ പറയുന്നത്. സോ പേ ബാക്ക് പീരീഡ് ഇസ് ദ ടൈം ഇറ്റ് ടേക്സ് ടു റിക്കവർ ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. മിസ് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് എന്താണ്? സിംപ്ലിസിറ്റി, അതായത് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് കാൽക്കുലേറ്റ്. വളരെ വളരെ സിമ്പിളാണ് ഇത് മനസ്സിലാക്കാൻ. അടുത്തത് ക്വിക്ക് ഇവാലുവേഷൻ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും പേ ബാക്ക് പീരീഡ്. ഓക്കെ, ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇൻഫ്ലോ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ക്യാഷ് ഫ്ലോ ഫോക്കസ്, ഈസി കമ്പാരിസൺ. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സോ, ഇഗ്നോർസ് ടൈം വാല്യൂ ഓഫ് മണി, ഷോർട്ട് ടേം ഫോക്കസ്, റിസ്ക് ഓഫ് ഓവർ സിംപ്ലിഫിക്കേഷൻ, എക്സ്ക്ലൂഡ്സ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്, ഇഗ്നോർസ് പ്രോജക്റ്റ് ഡ്യൂറേഷൻ. ഇതാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന്. മെറിറ്റ്സ് ആണ് നമ്മൾ കൂടുതൽ എന്താ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഫോർ ഇവാലുവേറ്റിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ്? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്താണ് മക്കളെ? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അതായത് ദോസ് ടെക്നിക്സ് വിച്ച് ആർ യൂസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓൺ പേ ബാക്ക് പീരീഡ് മെത്തേഡ് നമുക്കറിയാം. അതിനെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് യൂസ് ചെയ്യുന്ന കാര്യമാണ് എന്ത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ? ദ മെത്തേഡ് ഡിസ്കൗണ്ട്സ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ടു ദ പ്രസൻറ്റ് വാല്യൂ യൂസിങ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിന് എക്സാമ്പിളും ഉണ്ട്. NPV പോസിറ്റീവ് ആണെങ്കിൽ ദ പ്രോജക്റ്റ് ഈസ് കൺസിഡർ വയബിൾ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ വളരെ പോസിറ്റീവ് ആണെങ്കിൽ അത് വയബിൾ ആണ്. എന്താണ്? ഇഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 1 lakh generates 25,000 annually for 5 years, NPV will calculate if these returns exceed the initial investment. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh ആണ്. അപ്പം നമുക്ക് ക്യാഷ് ഫ്ലോ എല്ലാ വർഷവും നമുക്ക് എന്താണ് ഫോർ 5 years നമുക്ക് എന്ത് മനസ്സിലായി? 5 വർഷത്തേന് നമുക്ക് 25,000 rupees എന്താണ് ആനുവലി ജനറേറ്റ് ചെയ്യും. ഓരോ വർഷവും 25,000 rupees ആനുവലി ജനറേറ്റ് ചെയ്യും പെർ ഇയർ. ഓക്കെ, പെർ ഇയർ ജനറേറ്റ് ചെയ്യും. പെർ ഇയർ ജനറേറ്റീവ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 5 വർഷം എത്രയായി? 1 lakh rupees ആയി. 5 വർഷം കൊണ്ട് നമുക്ക് കിട്ടി. വീണ്ടും ഇത് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ മക്കളെ എന്താണത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്താണ്? വളരെ ഓക്കെയാണ്. പ്രോജക്റ്റ് എന്താണ്? വയബിൾ ആണ്. ഇനിഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ, മിസ് നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് ഇനിഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മാറിക്കൊണ്ടേ ഇരുന്നാലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ദ മെത്തേഡ് കാൽക്കുലേറ്റ്സ് ദ റേഷ്യോ ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ടു ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ. ഇത് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ, പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ, പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ മനസ്സിലാക്കണം. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ 1,50,000. ഓക്കെ, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh.
അപ്പോൾ എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വിൽ ബി 1.5 ഇൻഡിക്കേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി. എന്താണ് ഫ്യൂച്ചറിൽ നമുക്ക് 1,50,000 കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നിട്ട് ക്യാഷ് ഫ്ലോ ഇപ്പം എന്താണ് 1,00,000 റുപ്പീസാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കൂടുതലല്ലേ എന്താണ് നമുക്ക് ക്യാഷ് ഫ്ലോ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പം പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കൂടി. അപ്പം പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1.5 വന്നു. സിമ്പിൾ. അതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തയാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് വെച്ചാൽ ദിസ് മെത്തേഡ് ഇസ് സിമിലർ ടു ദ പേ ബാക്ക് പീരീഡ് ബട്ട് അക്കൗണ്ട്സ് ഫോർ ദ ടൈം വാല്യൂ ഓഫ് മണി. ഇറ്റ് കാൽക്കുലേറ്റ്സ് ദ ടൈം റിക്വയർഡ് ടു റിക്കവർ ദ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രസന്റ് വാല്യൂ ടേംസ്. എക്സാമ്പിൾ, ഇഫ് എ പ്രോജക്റ്റ് ഏൺസ് 50,000 ഇയർലി. ഇവിടെ എന്താ പറയുന്നത്? പ്രോജക്റ്റ് 50,000 ഇയർലി ഏൺ ചെയ്യുന്നുണ്ട്. ഇയർലി പെർ ഇയർ ഏൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. അതായത് റിട്ടേൺസ് ആണ് ഈ പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മിനിമം റിട്ടേൺ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് വിൽ ബി ലോങ്ങർ ദാൻ ദ സിമ്പിൾ പേ ബാക്ക് പീരീഡ്. ഇവിടെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് നോർമൽ പേ ബാക്ക് പീരീഡിനേക്കാളും സമയം എടുക്കും. നോർമൽ പേ ബാക്ക് പീരീഡിനേക്കാളും സമയം എടുത്തേ നമുക്ക് ഈ 50,000 റുപ്പീസ് തിരിച്ചു കിട്ടും. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്ത വാട്ട് ആർ ദ മോഡേൺ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ പ്രോജക്റ്റ് അപ്രൈസൽ. പ്രോജക്റ്റ് അപ്രൈസൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? അസസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ മോഡേൺ ടെക്നിക്സ് എന്താണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ്, ഡിസിഷൻ ട്രീ അനാലിസിസ്, മോണ്ടി കാർലോ സിമുലേഷൻ, സെൻസിറ്റിവിറ്റി അനാലിസിസ്, ഗെയിം തിയറി. ഇതൊക്കെ വളരെ മോഡേൺ ടെക്നിക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, പ്രോജക്റ്റ് അപ്രൈസലിൽ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ലീനിയർ പ്രോഗ്രാമിംഗ്, ഡിസിഷൻ ട്രീ അനാലിസിസ് ഒക്കെ ജസ്റ്റ് ദീസ് സോഫ്റ്റ്വെയർസ് ആണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യാനുള്ളത്. അടുത്ത വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് ഫീസിബിലിറ്റി. ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അതിൻ്റെ കണ്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, എ ഫീസിബിലിറ്റി റിപ്പോർട്ട് ഔട്ട്ലൈൻസ് ദ കീ ആസ്പെക്ട് ഓഫ് എ പ്രോജക്റ്റ് ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് വയബിലിറ്റി ആൻഡ് റിസ്ക്. അതിന് സാധ്യതയുണ്ടോ, അതിന് എന്തൊക്കെ റിസ്ക് ഉള്ളതെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എക്സിക്യൂട്ടീവ് സമ്മറി, കറക്റ്റ് സമ്മറി നമുക്ക് വരും. ഇത് വയബിൾ ആണോ, ഇത് വയബിൾ അല്ലേ. ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ ആദ്യം ദിസ് പ്രോജക്റ്റ് ഇസ് നോട്ട് ഫീസിബിൾ, ദിസ് പ്രോജക്റ്റ് ഇസ് ഫീസിബിൾ, നമുക്കത് മനസ്സിലാവും. അപ്പം അത് എക്സിക്യൂട്ടീവ് സമ്മറിയാണ്. മാർക്കറ്റ് അനാലിസിസ് നടക്കും, കാരണം ഇതിലെല്ലാ അനാലിസിസും നടക്കും. അതാണ് ഫീസിബിലിറ്റി സ്റ്റഡി. മാർക്കറ്റ് അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, എല്ലാ അനാലിസിസും നടത്തിയാണ് നമുക്ക് ഒരു എക്സിക്യൂട്ടീവ് സമ്മറി കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ ഇവാലുവേറ്റിംഗ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്യുന്നത്? പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക, അതായത് ഇവാലുവേഷൻ ഓഫ് എ പ്രോജക്റ്റ് ആണ് നടക്കുന്നത്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെ ഞാൻ കൺസിഡർ ചെയ്യണം? മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടോ? പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റിട്ടേൺസ് മേക്ക് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? റിസ്ക് ഫാക്ടേഴ്സ്, ടെക്നിക്കൽ ഫീസിബിലിറ്റി, സോഷ്യൽ ഇമ്പാക്ട്, റിസോഴ്സ് അവൈലബിലിറ്റി, ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ്. ഇതേ പോയിന്റ്സ് 2-3 ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇറ്റ്സ് വെരി ഈസി. ഇനി അടുത്ത് വാട്ട് യു മീൻ ബൈ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ്? പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് എന്താണ്? റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് എ പ്രോജക്റ്റ് ടു മീറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. എല്ലാ പ്രോജക്റ്റിനായിട്ട് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്ത്, ഡിസൈൻ ചെയ്ത്, ഇംപ്ലിമെൻറ്റ് ചെയ്യും. എല്ലാ പ്രോജക്ട്സും നമ്മൾ പ്ലാൻ ചെയ്യും, ഡിസൈൻ ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോഴാണല്ലോ അത് ഡെവലപ്പ് ആയിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്? മാർക്കറ്റ് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? a new mobile app depends on market trends and user interest. അതെ, ഇപ്പോൾ പുതിയൊരു ആപ്പ് ഒരാൾ കൊണ്ടുവന്നു, ഗെയിം ആപ്പാണ്, ഗെയിംസ് ആണ് അതിൽ കൂടുതലാണെങ്കിൽ ഗെയിം കളിക്കുന്നവർ എന്താണ് ഓബ്വിയസ്ലി അതെന്താണ് അത് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇത് ഓക്കെയാണ്, ഇത് കൊള്ളാം, ഈ ഗെയിം എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും നോക്കും. സോ അത് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിരിക്കും. ആ മാർക്കറ്റിന് ഡിമാൻഡ് ഇല്ലെങ്കിലോ, ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇല്ലെങ്കിലോ അത് ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യില്ല. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, റെഗുലേറ്ററി എൻവയോൺമെൻറ്റ്, ടൈം കൺസ്ട്രെയിൻസ്, സ്റ്റേക്ക് ഹോൾഡർ സപ്പോർട്ട്, റിസ്ക് ഫാക്ടേഴ്സ്, ഇതിനെല്ലാം ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസിനെ എന്തായാലും അത് ഡിപ്പെൻഡ് ചെയ്യും. അതിന് ടെക്നോളജി മാറുന്ന അനുസരിച്ച് ഇതും എന്താണ് മാറിക്കൊണ്ടേയിരിക്കും. ഫിനാൻഷ്യൽ റിസോഴ്സസ് വേണ്ട, ഒരു സ്റ്റാർട്ടപ്പിനാണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ? അപ്പോൾ ഫിനാൻഷ്യലി റിസോഴ്സസ് ആണ്, ഹ്യൂമൻ റിസോഴ്സസ്. ഒരു വേറെ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ ഇതിനെല്ലാം എന്ത് ഡിപ്പെൻഡ് ചെയ്യും? പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും.
ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 15 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം 15 മാർക്ക് എങ്ങനെ എഴുതണമെന്ന്. 15 മാർക്കിൻ്റെ എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു ഇൻട്രോ പോലെ എഴുതണം. ജസ്റ്റ് ഇപ്പം ചോദിക്കുകയാണ് ഫീസിബിലിറ്റി അനാലിസിസ്, മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ് ചോദിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസിൻ്റെ മീനിങ് എഴുതാം, അതിന് എന്തെങ്കിലും ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കാം, അതിൻ്റെ ഡീമെറിറ്റ്സ് മെറിറ്റ്സ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ ഇതിൽ ചോദിച്ചേക്കുന്ന സ്റ്റെപ്സ്, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് എന്ന് ചോദിക്കുന്നത്, നിങ്ങളത് എന്ത് വേണം, നിങ്ങളതൊരു ഡയഗ്രാം ആക്കാൻ പറ്റുമെങ്കിൽ ഡയഗ്രാം ആക്കണം. ലൈക്ക് ബോക്സസ് നിങ്ങൾക്ക് ഒരു 8-10 പോയിന്റ്സ് അറിയാം. ലൈക്ക് നാണ്ട ഇതിലിപ്പോൾ 8 പോയിന്റ്സ് ഉണ്ട്. ഈ 8 പോയിന്റ്സിൽ ആദ്യം ഒരു ഹെഡിങ് പോലെ ഫീസിബിലിറ്റി മാർക്കറ്റ് അനാലിസിസ് എന്ന് കൊടുത്തിട്ട് ഇവിടെ 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 ഈ പോയിന്റ്സ് ഇങ്ങനെ ബോക്സ് പോലെ ആഡ് ചെയ്ത് ഒരു പേപ്പർ സുഖമായിട്ട് നമുക്ക് തള്ളി നിൽക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഒരു പേപ്പറിലെ പോയിന്റ്സ് വരുന്ന അടുത്ത പേപ്പർ, ഒരു പേപ്പറിൽ പോയിന്റ്സ് എഴുതിയിട്ട് അടുത്ത പേപ്പർ കൊണ്ട് ഡയഗ്രാം വരയ്ക്കരുത്. ഈ ഡയഗ്രാമിൽ ഈ പോയിന്റ്സ് വെക്കണം. എന്നിട്ട് ഈ പോയിന്റ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. സുഖമായിട്ടൊരു 4-5 പേപ്പർ നമുക്ക് എഴുതി വെക്കാൻ പറ്റും 15 മാർക്കിന്. ഇങ്ങനെയാണ് ടിപ്സ് യൂസ് ചെയ്യേണ്ടത്. വെറുതെ നമ്മൾ 15 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് എന്ത് എഴുതുമെന്ന് ചിന്തിച്ചിരിക്കാതെ അതിൽ മാക്സിമം കണ്ടൻസ് എങ്ങനെ ഇൻവോൾവ് ചെയ്യുക, ഇതിൽ എങ്ങനെ കൊണ്ടുപോകുക എന്നാണ് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ എസ്സേ കിട്ടിയ എന്ത് വേണം, ആദ്യം അതിനൊരു ഇൻട്രോ എഴുതണം, അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് എഴുതുക, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് മെറിറ്റ്സ് ഡീമെറിറ്റ്സ് ഒക്കെ എഴുതുക. പിന്നെ നമ്മൾ ആൻസറിലേക്ക് ഇപ്പം തന്നെ 2-3 പേജ് നമ്മൾ തള്ളി നീക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം, ഇതുപോലെ ഇതാ ഓക്കെ ഫിനാൻഷ്യൽ മാർക്കറ്റ് അനാലിസിസിന് സ്റ്റെപ്സ് എന്താണെന്ന് പറയുമ്പോൾ സ്റ്റെപ്സ് ഇതുപോലെ ഒരു ഡയഗ്രാം വരച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരു കൺക്ലൂഷനും കൊടുക്കുക. സുഖമായിട്ട് 5-6 പേജ് വരും. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയി ഇതെങ്ങനെ 5-6 പേജ് വന്നു എന്ന്. മനസ്സിലായി? ഇതുപോലെ 15 മാർക്കിന് 2 ക്വസ്റ്റൻ എഴുതി 12 മാർക്ക് 13 മാർക്ക് നിസ്സാരമായിട്ട് കയ്യിലിരിക്കും പോയിന്റ്സ് ഉണ്ടെങ്കിൽ. എഴുതാനും കൂടെ കഴിവ് വേണം, ടൈം മാനേജ് ചെയ്യണം. ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് രണ്ടും എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് എസ്സേ എഴുതാൻ പറ്റൂ. പൊതുവെ എസ്സേ അവസാനം എഴുതുന്നതാണ് നല്ലത്. കാരണം എന്താ, അവസാനം എഴുതുമ്പോൾ നമുക്ക് ഗ്യാസ് എഴുതി നമ്മൾ ആദ്യം തൊട്ടേ ഒരുപാടാണല്ലോ നമ്മൾ എഴുതുന്നത്. ഇത് നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടും. ഓക്കെ ഇവിടെ ഇതാണ് എഴുതേണ്ടത്. മാത്രമല്ല 2 മാർക്സിൽ നിന്ന് 5 മാർക്സിൽ നിന്നുള്ള പോയിന്റ്സ് എല്ലാം പിക്കപ്പ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്താലും മതി. അതായിരിക്കും നല്ലത്. സോ ഇതാണ് എനിക്ക് തരാൻ പറ്റുന്ന ടിപ്സ്. വാട്ട് ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റൻസിലേക്ക് നമുക്ക് പോകാം. എസ്സേ ടൈപ്പിൽ പറയുന്നത് എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റ് ഫീസിബിലിറ്റി. ഇതാണ് നമ്മൾ ഡിസ്കസ്. മാർക്കറ്റ് ഫീസിബിലിറ്റി എന്താ, മാർക്കറ്റിനെ മൊത്തത്തിൽ ഫീസിബിൾ ആണോ എന്ന് നോക്കുകയാണ്. അവിടെ നമ്മൾ എന്ത് നോക്കണം, മാർക്കറ്റ് റിസർച്ച് നോക്കണം, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ഡിമാൻഡ് എസ്റ്റിമേഷൻ. അത് ഡിമാൻഡ് എസ്റ്റിമേഷൻ, എത്ര ഡിമാൻഡ് ഉണ്ട്, വെറുതെ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ചെന്നിട്ട് കാര്യമുണ്ടോ, മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യുക. മാർക്കറ്റിനെ സെഗ്മെൻ്റ് ആയിട്ട് ഏത് സെഗ്മെൻറ്റിനാണ് ഏത് പ്രോഡക്റ്റാണ് ഏറ്റവും നല്ലതെന്നാണ് നമ്മൾ നോക്കുന്നത്. കോമ്പറ്റീറ്റർ അനാലിസിസ്, പ്രൈസിങ് സ്ട്രാറ്റജി, മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ലീഗൽ ആൻഡ് റെഗുലേറ്ററി കൺസിഡറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഈ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ഓരോ ഗവൺമെൻറ് മാറും തോറും ഓരോ റെഗുലേഷൻസ് വരും. ഇന്ത്യയിലെ ഗവൺമെൻറ് ഉള്ള റെഗുലേഷൻസ് അല്ല ചൈനയിൽ പോകുമ്പോൾ ഉള്ളത്. സോ നിങ്ങളിപ്പം ഒരു മാർക്കറ്റ് സ്റ്റഡി, ഓക്കെ എൻ്റെ പ്രോജക്റ്റ് ഞാൻ കൊണ്ടുവന്നത് ചൈനയിലേക്കാണെങ്കിൽ ആ പ്രോജക്റ്റും ആ ഗവൺമെൻറ് പോളിസീസുമായിട്ട് ഒത്തുപോകണം. മനസ്സിലായി? ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താണ് പറ്റുന്നത്, നമ്മുടെ പ്രോജക്റ്റ് ഇല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അവിടെ എന്താണ് എന്താ അത് വേണ്ടെന്ന് വെക്കും. ആ ഗവൺമെൻറ് പറയും ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ തിരിച്ചു കൊണ്ടുവയ്ക്കോ എന്ന് തന്നെ പറയും. സോ ആ പ്രോജക്റ്റ് ഓക്കെ ആണെങ്കിൽ ലീഗലി അതെന്ത് വേണം, അതുമായിട്ട് കൂടെ തന്നെ പോകണം. ഓക്കെ, അതാണ് ഈ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കൺസിഡറേഷൻ. ഇത് എപ്പോഴും റിപ്പീറ്റഡ്ലി ഈ പോയിന്റ് എപ്പോഴും വന്നത്, ഈ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കൺസിഡറേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഏത് പോയിന്റിൽ ആഡ് ചെയ്താലും അതിന് മാർക്ക് തന്നേ പറ്റും. കാരണം എന്താ, എല്ലാ കാര്യങ്ങളും ലീഗലി ഓക്കെ ആയിരിക്കണം, ലീഗലി കൺസിഡർ ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ വൈൽ കണ്ടക്ടിങ് ടെക്നിക്കൽ അനാലിസിസ്. ഇനി അടുത്ത ടെക്നിക്കൽ അനാലിസിസ്. നേരത്തെ മാർക്കറ്റ് അനാലിസിസ്, ഫീസിബിലിറ്റി അനാലിസിസ് നടത്തി, ഇവിടെ ടെക്നിക്കൽ അനാലിസിസ് ആണ് നടത്തുന്നത്. ടെക്നിക്കൽ അനാലിസിസ് ഇസ് ഇവാലുവേറ്റ് ദ ടെക്നിക്കൽ ഫീസിബിലിറ്റി ഓഫ് എ പ്രോജക്റ്റ്. ടെക്നിക്കൽ അതായത് ടെക്നോളജി. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നോളജിയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്, ടെക്നോളജിയുമായിട്ട് ഇത് ഒത്തുപോകുമോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൈലബിലിറ്റി ഓഫ് ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ്, സ്കിൽഡ് വർക്ക് ഫോഴ്സ്, operation efficiency, production capacity, compatibility with existing system, technology, cost, innovation and scalability. ഓക്കെ, ഇനി ഓരോന്ന് പറഞ്ഞുതരാം. അവൈലബിലിറ്റി ഓഫ് ടെക്നോളജി വളരുന്ന അനുസരിച്ച് എത്രത്തോളം അഡ്വാൻസ്മെൻറ്റ്സ് ഒരു രാജ്യത്തിന് വരാൻ പറ്റുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ്. അവൈലബിലിറ്റി ഓഫ് ടെക്നോളജി, 3G 2G 3G 4G 5G ഇപ്പോൾ എത്രത്തോളം G വന്നെന്ന് കണ്ടില്ലേ. സോ ഇറ്റ്സ് എ വെരി റെലവൻ്റ്. എന്താണ്, ടെക്നോളജി അഡ്വാൻസ് ആവുന്നതിനനുസരിച്ച് ആൾക്കാരും എന്താണ് മാറുന്നത്, ആൾക്കാർ ഒരുപാട് ചിന്തിച്ച് മാറും. സോ അവൈലബിലിറ്റി ഓഫ് ടെക്നോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അടുത്തത്
ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ്. ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി മാത്രം വരെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും വേണം. ഇപ്പം ഒരു ബിസിനസ് ഫോക്കസ് ചെയ്യുമ്പം ഇൻഫ്രാസ്ട്രക്ചറലി അതിന് ഒരുപാട് ഡിമാൻഡുണ്ട്. അതും എന്താണ്, അതും ഓക്കെ ആവണം. അത് സ്കിൽഡ് വർക്ക് ഫോഴ്സ് ആയിരിക്കണം. ഓപ്പറേഷണൽ എഫിഷ്യൻസി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ആ ഒരു എന്താണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഡിമാൻഡ് ഇപ്പം എൻ്റെ പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡാണ് ഉള്ളതെങ്കിൽ ആ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ എഫിഷ്യൻസി എൻ്റെ കമ്പനിക്ക് വേണം. ഓക്കെ, എൻ്റെ ബിസിനസ്സിന് വേണം. കമ്പാറ്റബിലിറ്റി വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം, എന്താണോ എക്സിസ്റ്റിംഗ് ടെക്നോളജി അതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും നമുക്ക് പറ്റണം. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. അടുത്ത, വാട്ട് ആർ ദ ടെക്നിക്സ് ഓർ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ പ്രോജക്റ്റ് അപ്രൈസൽ. അപ്പോൾ ഇതുപോലൊരു എസ്സേ വന്ന് എന്ത് ചെയ്യണം, പ്രോജക്റ്റ് അപ്രൈസലിനെ കുറിച്ചൊരു ഇൻട്രോ കൊടുക്കണം. അതിൻ്റെ ഡെഫിനേഷൻ അറിയാമെങ്കിൽ ഡെഫിനേഷൻ കൊടുക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിനേഷൻ പോലെ എഴുതാൻ അറിയാമെങ്കിൽ എഴുതുക. സോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസോ ഇല്ല മെറിറ്റ്സ് ഡിമെറിറ്റ്സ് പോയിട്ട് ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ പേപ്പേഴ്സും കൂടും, മനോഹരമായിട്ട് എഴുതാനും പറ്റും. വെരി സിമ്പിളാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പേപ്പർ പ്രസൻറ്റ് ചെയ്യേണ്ടത്. വാട്ട് ആർ ദ ടെക്നിക്സ് ആർ മെത്തേഡ് യൂസ്ഡ് ഇൻ പ്രോജക്റ്റ് അപ്രൈസൽ, പേ ബാക്ക് പീരീഡ്. ഓക്കെ, പ്രോജക്റ്റ് അപ്രൈസലിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പേ ബാക്ക് പീരീഡ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മെത്തേഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്രോജക്റ്റ് അപ്രൈസലിൽ യൂസ് ചെയ്യുന്ന പേ ബാക്ക് പീരീഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു, നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഡിസ്കസ് ചെയ്തു, IRR ഡിസ്കസ് ചെയ്തു, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്താണ് എന്ന് വെച്ചാൽ കമ്പയർസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ് ടു ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ്, ഇപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, എല്ലാ വർഷവും ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ വർഷം എത്ര റിട്ടേൺ എനിക്ക് കിട്ടും. സെൻസിറ്റിവിറ്റി അനാലിസിസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്താ എല്ലാ ഫാക്ടേഴ്സും സെൻസിറ്റീവ് ആയ ഒരു കാര്യമാണ്. നമ്മൾ എന്താ ക്യാഷ് ഫ്ലോസ്, ഔട്ട് ഫ്ലോസ്, ഇൻഫ്ലോസ് ആയിട്ട് വളരെ എന്താണ് സെൻസിറ്റീവ് ആണ്. അത് ഒപ്റ്റിമിസ്റ്റിക് ആവാം, മോസ്റ്റ് ലൈക്ലി ആവാം, പെസിമിസ്റ്റിക് ആവാം. ഓക്കെ, അടുത്ത, വാട്ട് ഇൻഫോർമേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഇൻ പ്രിപ്പയറിംഗ് എ ടെക്നിക്കലി സൗണ്ട് പ്രോജക്റ്റ്. ഒരു നല്ല പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ഇൻഫോർമേഷൻ ഇൻക്ലൂഡ്, അതാണ് സൗണ്ട് പ്രോജക്റ്റ്. നല്ലൊരു പ്രോജക്റ്റ്, കേൾക്കാൻ നല്ല പ്രോജക്റ്റ് എന്നല്ല, വളരെ നല്ലൊരു പ്രോജക്റ്റ് ആവണമെങ്കിൽ, ടെക്നിക്കലി നല്ലതാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ ഇൻഫോർമേഷൻ ഇൻക്ലൂഡ് ചെയ്യണം പ്രിപ്പയർ ചെയ്യുന്നതിൽ. ഫസ്റ്റ് വൺ, പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് നമുക്ക് മനസ്സിലാവണം. ടെക്നോളജി റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ഉള്ളത്. റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കണം. കോസ്റ്റ് എസ്റ്റിമേഷൻ, പ്രോജക്റ്റ് ടൈം ലൈൻ, റിസ്ക് മാനേജ്മെൻറ്റ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, റെഗുലേറ്ററി കംപ്ലയൻസ് ഞാൻ ആദ്യമേ പറഞ്ഞു, എല്ലാത്തിനും ആഡ് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്. നല്ലൊരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റീവ് വേണം, നല്ലൊരു ഒബ്ജക്റ്റീവ് വേണം. ശരി, ടെക്നോളജി റിക്വയർമെൻറ്റ്സ്, അത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ രാജ്യത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്താണ്, വളരെ ഈസിയാണ് ചെയ്യാൻ. 3, റിസോഴ്സ് റിക്വയർമെൻറ്റ്സ്. എന്ത് പ്രോജക്റ്റ് ആവട്ടെ, ഇപ്പം എന്ത് പ്രോജക്റ്റ് അതിന് റിസോഴ്സ് ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഒന്നും നടക്കാൻ പോകുന്നില്ല. കോസ്റ്റ് എസ്റ്റിമേഷൻ, ഇതിന് എത്ര കോസ്റ്റ് വരും, ഈ പ്രോജക്റ്റിന് ഞാൻ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അത് മതിയാകുമോ, ഇല്ലെങ്കിൽ ഇതിലും കോസ്റ്റ് ആകുമോ, അതാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ. പ്രോജക്റ്റ് ടൈം ലൈൻ, എത്ര നാൾ കൊണ്ട് എനിക്ക് ഈ പ്രോജക്റ്റ് തീർക്കാൻ പറ്റും. റിസ്ക് മാനേജ്മെൻറ്റ്, റിസ്ക് വരുവാണെങ്കിൽ റിസ്കിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, റെഗുലേറ്ററി ആൻഡ് കംപ്ലയൻസ്. ഓക്കെ, ഇനി അടുത്ത കഴിഞ്ഞു. അതാണ്ട് ഇപ്പം ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. ഈ 2 എണ്ണം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ നമ്മുടെ ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്താൽ ഇതിൽ നല്ലത് ഒന്നും നമുക്ക് ചോദിക്കത്തില്ല. നോക്കിക്കോ, നിങ്ങൾ എക്സാം പേപ്പർ എടുത്തിട്ട് ഈ 3rd ചാപ്റ്ററിൻ്റെ നോക്കിക്കോ, ഈ ബിസിനസ് പ്ലാൻ ഫീസിബിലിറ്റി സ്റ്റഡീസ് ഇതിൽ നല്ലത് ഇവിടുന്ന് ചോദിക്കാൻ പോകുന്നില്ല. വാട്ട് സ്റ്റെപ്സ് ആർ ടു ബി ടേക്കൺ ബൈ ഓൺട്രപ്രണർ ടു സെലക്ട് ആൻഡ് ഇംപ്ലിമെൻറ്റ് എ പ്രോജക്റ്റ്. ഒരു ഓൺട്രപ്രണർ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എന്താണ് വേണ്ടത്? ഐഡിയ ജനറേഷൻ. ആദ്യം അയാൾക്കൊരു ഐഡിയ വേണം എന്താണ് ചെയ്യാൻ പോകുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി, സ്വാഭാവിക ഫീസിബിലിറ്റി സ്റ്റഡി പ്രോജക്റ്റിൽ മെയിനായിട്ട് ഫീസിബിലിറ്റി സ്റ്റഡീസ് ചെയ്തേ പറ്റൂ, എന്നാലേ ഇൻവെസ്റ്റേഴ്സിന് അത് മനസ്സിലാവും. ഇൻവെസ്റ്റ് ചെയ്യണോ, വെറുതെ ഒരാൾ വന്ന് കുറേ കാശ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, അതിന് മുന്നേ നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്യും, ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യും, പ്രോജക്റ്റ് പ്ലാൻ ചെയ്യും, റിസ്ക് അസസ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, ഒരു പ്രോജക്റ്റ് നമുക്ക് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഒരു ഓൺട്രപ്രണർ ചെയ്തെടുക്കേണ്ട, ഇല്ലെങ്കിൽ ഓൺട്രപ്രണർ സെലക്ട് ചെയ്യുമ്പം ചെയ്യേണ്ട സ്റ്റെപ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്.
വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ്? എന്തൊക്കെയാണ് പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒന്ന്, മാർക്കറ്റ് ഡിമാൻഡ്. അതെ, പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. രണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവയോൺമെൻറ്റ്, എക്കണോമിക് കണ്ടീഷൻ. ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്? പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. കാരണം എന്താ? ഈ ഫാക്ടേഴ്സ് ഇപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ആവട്ടെ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആവട്ടെ, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സ് ഒക്കെ ആരെ അഫക്റ്റ് ചെയ്യും? ഒരു പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. സോ നമ്മൾ ഇന്ന് എന്ത് ഡിസ്കസ് ചെയ്തു? വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ ബിസിനസ് പ്ലാൻ ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി ഡിസ്കസ് ചെയ്തു. നമ്മളെല്ലാ പോയിന്റ്സ് 2 മാർക്കിൻ്റെ ഡിസ്കസ് ചെയ്തു, 4 മാർക്കിൻ്റെ ഡിസ്കസ് ചെയ്തു, 5 മാർക്കിൻ്റെ 4 മാർക്കും 5 മാർക്കും ആവട്ടെ അത് ഡിസ്കസ് ചെയ്തു, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കത്തില്ല. കാരണം ഈ പാഠം അത്യാവശ്യം സിമ്പിളാണ്, മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, സോ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 3 ബിസിനസ് പ്ലാൻ ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി സിമ്പിളായിട്ട് തീർത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി, മിസ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ പോകുന്നു. നമുക്കിനി അടുത്ത ചാപ്റ്ററും കൂടെ ഒരെണ്ണം പഠിക്കാനുണ്ട്. സോ നമുക്ക് തൽക്കാലത്തേന് വൈൻഡപ്പ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ.